പരമാർത്ഥിയുമായ കന്യക. തർക്കശാസ്ത്രത്തിൽ പുരുഷ പണ്ഡിതന്മാരെ പരാജയപ്പെടുത്തിയപ്പോൾ പുരുഷ മേധാവിത്വം സ്ത്രീക്ക് നേരെ വാളെടുത്തു. പണ്ഡിതന്മാരായ പുരുഷകേസരികൾ തർക്കശാസ്ത്രത്തിൽ പരാജയപ്പെടുത്തുക. സ്ത്രീക്ക് അറിവുണ്ടാവാൻ പാടില്ല. നശിക്കും കൊണ്ടുള്ള മുട്ടോളം ചില സഭയിലേക്ക് കടന്നു വരുന്നു. കുറിക്ക് കൊടുക്കുന്ന ചോദ്യം കഴിഞ്ഞാൽ സദസ്സങ്ങനെ ആരംഭിക്കാം. ചോദ്യം ഉച്ചിലയോട് വേദനകൾ കഠിനവും മധുരവുമായ വേദന ഏത്? പണ്ഡിത ശ്രേഷ്ഠരെ, അത്യന്തം നിർവീകരമായ വേദന, പ്രസവ വേദന. കന്യകയായ നിനക്കെങ്ങനെ അറിയാം പ്രസവത്തിന്റെ വേദന? ഇവൾ പിഴച്ചവൾ. അതെ, ഇവള് പിഴച്ചോളാ. ഇവളെ പണിയടച്ച് പിണ്ട വെക്കണം. പണ്ഡിത ശ്രേഷ്ഠനെ, ശിക്ഷ വിധിക്കരുത്. ആർജിച്ച വിജ്ഞാനത്തോട് നീതി കാട്ടുക മാത്രമാണ് ഞാൻ ചെയ്തത്. എന്നെ ശിക്ഷിക്കരുത്, എന്നെ ശിക്ഷിക്കരുത്. കാലം ഉച്ചിലെ ആത്മാഹൂതി ചെയ്തുവെന്ന ചരിത്രം ഇതാ ചരിത്രം ആവർത്തിക്കുന്നു. പാകിസ്ഥാനിലെ സ്വാബ് മേഖലയിൽ നിന്ന് സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശത്തിനായി പോരാടിയ മലാല യൂസഫ്സായി എന്ന പാകിസ്ഥാനി പെൺകുട്ടിക്ക് താലിബാൻ നൽകിയത് തലയിലും കഴുത്തിലുമായി ഓരോ വെടിയുണ്ടകൾ. മലാലയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ലോകമൊന്നാകെ ഒരു മോണോ ആക്ട്. താലിബാൻ ഒരു ശക്തിക്കും താലിബാനെ തകർക്കാൻ സാധ്യമല്ല. സ്വാത്ത് താഴ്വര പിടിച്ചടക്കി താലിബാനെതിരെ ഒരുത്തരം ശബ്ദമുയർത്തത് അറിയാതെ ഒരു പെണ്ണും റോഡിലിറങ്ങരുത്. പെൺപള്ളിക്കൂടങ്ങൾ നമ്മുടെ സൈന്യം ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുക. അയ്യോ പാപ്പ, ടിവിയിലെ ന്യൂസ് കണ്ടോ? പള്ളിക്കൂടങ്ങളെല്ലാം തകർക്കുന്നു. താലിബാൻ കമാൻഡറിന്റെ പുതിയ നിയമങ്ങൾ കേട്ടോ? പെൺകുട്ടികൾക്ക് എഴുത്തുമായി നിഷേധിച്ചിരിക്കുന്നു. അയ്യോ, ഞാനിനി എങ്ങനെ പഠിക്കും? എന്റെ മോഹങ്ങൾ ഇവിടെ തകർന്നു. എനിക്ക് പഠിച്ച് ഒരു ഡോക്ടറായി ഈ സമൂഹത്തെ സേവിക്കണം. ഇനിയൊന്നും നടക്കില്ലല്ലോ പാപ്പ. എനിക്കിനി പാടാൻ കൂടി കഴിയില്ലല്ലോ. ചേച്ചി 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 കരയല്ലേ? ഈ അഞ്ച പഠിച്ചോന്ന് എല്ലാം ചേച്ചിക്ക് പറഞ്ഞു തരും. എന്താ, ആൺകുട്ടിയൊക്കെ പഠിക്കാലോ, ചേച്ചിക്ക് ഡോക്ടർ ആവാം. മോളെ മലാല, കരയരുതേ. ഹിറ്റ്ലറുടെ നാസി വാഴ്ചയുടെ ക്രൂരകഥകൾ ലോകത്തിന് പറഞ്ഞു കൊടുത്ത ആൻ ഫ്രാങ്കിനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? അവൾ ഡയറി എഴുതി. അതെ, അവൾ ഡയറി എഴുതിയാണ് അവൾ ചെയ്തത്. അതുപോലെ മോള് ബ്ലോഗിൽ എഴുതണം. താലിബാന്റെ ക്രൂരകഥകൾ ലോകം അറിയട്ടെ. സ്വർഗം പോലെ സൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന ഈ സ്വാർത്ഥ താഴ്വരെ ഭീകരതയുടെ താണ്ഡവ ഭൂമിയാക്കിയ താലിബാനെ ഞാൻ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടും പാപ്പ. അതാ ആ ചതിയൻ റബ്ബാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ എതിർപ്പിന്റെ കാര്യം അവൻ അറിയണ്ട. ഞാനിപ്പോ താലിബാന്റെ കൂടെയാ. പെൺപിള്ളേർ പഠിക്കുന്നത് നിരോധിച്ചു. നല്ല കാര്യമല്ലേ? പെണ്ണിന് വിദ്യാഭ്യാസം ഉണ്ടായൊന്നും നടക്കില്ല. 4-5 കെട്ടാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല. ഇത് കണ്ടോ? ഈ 12 വയസ്സുള്ള മാലാലയെ ഞാൻ കെട്ടണമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കോ? ഇല്ല. പെണ്ണിന് വിദ്യാഭ്യാസം ഉണ്ടാവാൻ പാടില്ല. താലിബാനെ അനുസരിക്കാത്തവർ ഈ നാട്ടിലുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ബ്ലോഗിലൂടെ നമുക്കെതിരെ പ്രചരണം. ആരാണെന്ന് കണ്ടുപിടിച്ച് തകർക്കണം. കണ്ടുപിടിക്കണം ചതിയന്മാരെ. വരൂ, നമുക്ക് നമ്മുടെ പള്ളിക്കൂടങ്ങൾ തിരിച്ചു കിട്ടി. ആ സ്വാർത്ഥ താഴ്വരയിൽ നിന്ന് താലിബാൻ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ആ എല്ലാം മലാലയുടെ ബ്ലോഗ് എഴുത്തിലൂടെ സാധിച്ചതാണ്. ലോകം ഒന്നടങ്കം മലാലയെ അഭിനന്ദിച്ചു. മലാലയ്ക്ക് അവാർഡൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, സമാധാനത്തിനുള്ള അവാർഡ്. അയ്യോ, ഒരു ഗുൽമക്കായി എന്ന പേരിൽ ബ്ലോഗ് എഴുതി മലാലയായും മറ്റുള്ള പെൺകുട്ടികൾ ഓടിപ്പോകൂ. ഈ പീറ പെണ്ണോ മലാല, ഇതാ ഈ വെടിയുണ്ട നിനക്കുള്ളതാണ്. അയ്യോ, മലാല ഒന്നും ചെയ്യില്ലേ. അയ്യോ, മലാല ഒന്നും ചെയ്യില്ലേ. സഹൃദയൻ, വെടിയേറ്റ് സുഖം പ്രാപിച്ചതിന് ശേഷം ആ ധീരബാലിക തന്റെ ജന്മദിനത്തിൽ UN ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യാനെത്തി. നാവിനേക്കാൾ മൂർച്ചയുണ്ട് പേരയ്ക്ക് പുസ്തകത്തിൽ. അതിനാൽ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ അറിവിനെ ആയുധവും സമാധാനത്തെ രക്ഷാകവചങ്ങളുമാക്കാം. നന്ദി, നമസ്കാരം.